നജ്മ തബ്ഷീറ, എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കൂട്ടത്തിലെ ഇപ്പം നമ്മൾ തലമുറകൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ജെൻസിയിൽ പെടുന്ന ആളാണ് നജ്മ തബ്ഷീറ അല്ലേ? ജെൻസി ഓണം, അങ്ങനെ നമുക്കൊരു കോൺസെപ്റ്റ് എടുത്താലോ, എങ്ങനെ ഉണ്ടാവും? ആശയങ്ങൾ കൊണ്ട് പരസ്പരം പോരടിച്ചവർ. സന്ദീപിന്റെ ആദ്യത്തെ കോൺഗ്രസ് ഓണാണെന്ന് തോന്നുന്നല്ലേ? ദീപ്തിക്ക് എന്നെ ഇഷ്ടമാണ്, അതിൽ നിങ്ങളിങ്ങനെ വാദങ്ങളിൽ ഉറച്ച് ടെലിവിഷൻ സ്ക്രീനുകളെ തീ പിടിപ്പിച്ചവർ. പുള്ളി എന്നാ ടോപ്പിക്ക് പഠിച്ചിരുന്നത്. എന്റെ ട്രേഡ് സീക്രറ്റാ നിങ്ങൾ പുറത്തു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല സരിന്റെ പ്രാവശ്യം. ഇത് ഇവരുടെ മറ്റൊരു ഭാവം. ഇത് വേറെ ലെവൽ. ഉത്രാടം, തിരുവോണം ദിവസങ്ങളിൽ രാത്രി 7:30 24. ഈ പറഞ്ഞ കണക്ക് എല്ലാ കാലത്തും ഓണത്തിന് ഓരോ ഭംഗിയുണ്ടല്ലോ. ഇപ്പം ജ്യോതിച്ചേട്ടൻ പറയായിരുന്നു പണ്ട് വളരെ സ്ലോ ആയിട്ട് നമ്മൾ ആഘോഷിച്ചിരുന്ന ഒരു ഓണം ഇപ്പം റെഡിമെയ്ഡ് ഓണത്തിലേക്ക് എത്തിയത്. റെഡിമെയ്ഡിന് ഭയങ്കര രസമാണ്. എന്ന് വെച്ചാൽ ഒരു 2x സ്പീഡിൽ ഓടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ആ സ്പീഡിലൊരു ഓണമുണ്ട്, പക്ഷെ ആ ഓണത്തിന് അത്ര തന്നെ ഭംഗിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ഒരു ഭംഗി ചോർന്നു പോയതായിട്ടൊന്നും തോന്നുന്നില്ല. ഒരുമിച്ചിരിക്കാനും ആഘോഷിക്കാനും ഒക്കെയുള്ളൊരു കാരണമായിക്കൊണ്ട് ഓണം ഇപ്പോഴും ഉണ്ട്. നൊസ്റ്റാൾജിയാണ് എന്നതോടൊപ്പം തന്നെ ഇപ്പോഴൊരു ഭയങ്കര ഒരു റിലീവിങ് ഒരു സ്റ്റേജ് കൂടിയാണ് ഓണം എന്ന് പറയുന്നത്. എല്ലാവർക്കും ആഘോഷിക്കാൻ ഓരോരോ കാരണങ്ങളെന്ന് പറഞ്ഞ കണക്കെ ഓണം ഭയങ്കര രസമുള്ളൊരു കാരണമല്ലേ ആഘോഷിക്കാൻ? അല്ല, ജെൻസിക്കാർക്ക് പ്രത്യേകിച്ച് എന്തെങ്കിലും ഉണ്ടോ? നെജുമ പൊതുവേ അല്ല, അതിനകത്ത് എന്താ പ്രശ്നം അറിയോ? ഞങ്ങളുടെ കാലത്ത് ഇപ്പം നമ്മൾ ഈ പൂവെല്ലാം പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ട് വെക്കുന്നതാണ്. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഞാൻ എൻ്റെ ചേച്ചിമാരോടൊപ്പം പൂക്കുടയൊക്കെ ആയിട്ട് പോയി ആ മുള്ളിനിടയ്ക്കൂടെയൊക്കെ നടന്നു പോയി പൂ പറിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചാണകം മെഴുകി അതിൻ്റെ മുകളിൽ ഈ പൂവിടുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ, അതിനകത്തുണ്ടാകുന്ന ഒരു കൂടിച്ചേരലുണ്ടല്ലോ, അതൊക്കെ ഇപ്പോൾ റെഡിമെയ്ഡായിട്ട് കിട്ടത്തില്ല. ശരിയാ. അങ്ങാടി പോയി ഓരോ കടയിലും ചെന്ന് പിശുക്കി മറ്റേ കച്ചവടം ഉറപ്പിച്ച് അത് വാങ്ങുന്നതിന്റെ ഒരു സന്തോഷം ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. ഇതിന് ഇങ്ങനെ പറയുമ്പോഴേ ഞാനിപ്പോൾ ഇതായിട്ട് പറയാം, എല്ലാ തലമുറയ്ക്കും ഇപ്പം നമ്മുടെ പാരൻസിനോട് പറയുമ്പോൾ അവരോട് ഞങ്ങളുടെ കുട്ടിക്കാലമായിരുന്നു, ആ കുട്ടിക്കാലത്ത് എന്തായിരുന്നു, ദാരിദ്ര്യമാണെങ്കിൽ എന്താ, നമ്മളെല്ലാവരും ഒന്നിച്ചിട്ട് ഇപ്പം നമ്മുടെ മക്കളോട് പറയുന്നു നിങ്ങൾക്കൊക്കെ ഇത് എന്താണ്, ഞങ്ങളുടെ കാലമായിരുന്നു. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. കാരണം വെച്ചാൽ ഓണം എല്ലാ കാലത്തും വ്യത്യസ്തമാണ്. ഇന്നത്തെ ഓണം ഇന്ന് ഉള്ളത് തന്നെയാണ്. ഞാൻ ജെൻസിക്കാരുടെ കൂടെയാണ് അക്കാര്യത്തിൽ, വേറൊന്നുമല്ല, ഒരു സംശയമില്ല. കാരണം ഇന്നിപ്പോ പഴയ ഓണം ആഘോഷിക്കണം എന്ന് പറഞ്ഞാൽ അതിന് എവിടെ സ്ഥലമുള്ളത്? നിങ്ങളിപ്പോ ജ്യോതികുമാർ പൂ പറിക്കാൻ പോകും, ഇന്നിപ്പോ പൂ പറിക്കാൻ എവിടെ? അല്ല, നൊസ്റ്റാൾജിയ ശരി. ഞാൻ പറയുന്നത് ഇന്നിപ്പോ നമ്മൾ പൂ പറിക്കണമെന്നോ അല്ലെങ്കിൽ ഓണക്ക ഇടണമെന്നോ ഓണപ്പാട്ട് പാടണമെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കാസറ്റോ അല്ലെങ്കിൽ CD ഇതൊക്കെ വെച്ചേ കേൾക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ലോകത്തെമ്പാടുമുള്ള മലയാളികൾ ഇപ്പോൾ ഓണത്തിന്റെ തിരക്കിലായിരിക്കും. ഈ ഓണത്തിരക്കിനിടയിൽ ഒരു ഓണസമ്മാനം പോലെ ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് ഒരു കൂട്ടം വിശിഷ്ട അതിഥികളെ. അതിഥികൾ വിശിഷ്ടരാണെങ്കിലും അവർ നിങ്ങൾക്ക് സുപരിചിതരാണ്, പക്ഷെ മറ്റൊരു രൂപത്തിലും ഭാവത്തിലുമാണ് എന്ന് മാത്രം. അന്തിച്ചർച്ചകൾ എന്ന് മലയാളികൾ ഇപ്പോൾ പാതി തമാശയായും പാതി ട്രോളായും പകുതി ഗൗരവമായിട്ടുമൊക്കെ പറയാറുള്ള ആ ചർച്ചകളിൽ നിരന്തര സാന്നിധ്യമായി പരസ്പരം ഏറ്റുമുട്ടിയും പഴിചാരിയും ആക്രമിച്ചുമൊക്കെ ഈ ചർച്ചകളെ സജീവമാക്കാറുള്ള ആ വിശിഷ്ട വ്യക്തികൾ ഈ ഓണക്കാലത്ത് ഒരു പൂക്കളം പോലെ ഒത്തുചേരുകയാണ്.